ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു രക്ഷയില്ല. വെള്ളത്തിൽ പോയാലും പ്രശ്നമില്ല, പുള്ളി മുങ്ങി എടുത്ത് തരാന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അഭിപ്രായം ചോദിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് നിങ്ങൾ എന്താണ് ഇതിന്റെ അഭിപ്രായം? അടിപൊളിയാന്നല്ലേ? നമ്മൾ ഇപ്പം ബേപ്പൂർ ഫോർട്ട് എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇവിടെ വരെ പറ്റത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് നടക്കാനാണ്. വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിനകത്തെല്ലാം വണ്ടി കിടക്കുന്നുണ്ട്. മിക്കവാറും പാർക്കിങ് ഫുള്ളായതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വരെയാണ്. ഒരുപാട് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ സമയത്ത് നല്ല വാർത്തകളൊക്കെ ഇടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ അതുകൂടെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഞങ്ങൾ വരെയാണ്. ഇതിപ്പം ബേപ്പൂർ പോർട്ടാണ്, ഇത് പോകുന്ന റൂട്ടാണ്. അതിനകത്തോട്ട് വാഹനങ്ങൾ പാടില്ലെന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ മൊത്തം വണ്ടികൾ കൊണ്ട് ഇട്ടേക്കുന്നു. എൻ്റെ പിന്നിലെ ടെക്നിക്ക് എന്തൊന്നും മനസ്സിലായില്ല. എന്തോ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. കുട്ടികളുടെ എന്തോ പരിപാടികളാണ്. ബലാലെ അല്ല ബിലാലെ, നമ്മൾ നോക്കി വന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ. ആൾക്കാരൊക്കെ ഒരുപാട് പേര് അതിനകത്തുണ്ട്, ബ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ്. ഇതിൽ കയറാനാണ് നമ്മളിവിടെ വന്നത്. സൂര്യാസ്തമയം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിക്കുകയാണ്. ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആദ്യം എഴുതിയിരുന്നത് അവർക്ക് വെച്ചേക്കുന്നു. എന്തായാലും എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇതിലേക്ക് കയറുകയാണ്. ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 120 വെച്ചാണ്. 3 പേർക്ക് ഇപ്പം 360 ആയിട്ടുണ്ട്. ഇവിടുന്ന് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടും. ഒരു സെക്ഷൻ കയറിയാൽ മതി. തിരമാല വരുമ്പോഴത്തേക്ക് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ചെറുതായിട്ട് തിരമാലയുടെ ഇതിലിങ്ങനെ പോകും. അതാണ് ഇന്നത്തെ രസം. സംഭവം നല്ല രസമുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇവിടെ കോഴിക്കോടൊക്കെ ഒന്ന് വരുന്നവർ കയറി ഒന്ന് കാണാം. ഇതിനായിട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പം കയറി കാണുക. പൊളിയാണ്, രസമുണ്ട്. ഒരു രസമുണ്ട്. നമ്മൾ തിരമാല വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി താന്ന് ഇതിൻ്റെ എൻ്റെ വരെ പോവാം. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എൻ്റെ വരെ നടുക്കൂടെ ഒരു കയറിങ്ങനെ പോയിട്ടുണ്ട്. എൻഡിലേക്ക് നങ്കൂലം കൊടുത്തിട്ടേക്കായിരിക്കും. ഇവിടെ ഫുള്ള് ഷേക്കിങ് ആണ്. അതൊരു ആ സൈഡ് എനിക്ക് ആകൂല, അതുവഴി വരാൻ പറ്റില്ല. ശരിയല്ലേ? വരുന്നവരെന്തോലും ട്രൈ ചെയ്യേണ്ടിയുള്ളൊരു സീനാണ്. നമ്മുടെ ഒരു കടലിൻ്റെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നൊരു സീനാണ്. ഇവിടെ നല്ല രസമുണ്ട്. ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഒരുപാട് പേര്.
ഒക്കെ അടിപൊളി കേട്ടോ, നൈസ്. നമ്മള് വയനാട്ടിൽ പോയ കാട്ടി അത്യാവശ്യം ശരി കേട്ടോ, നമ്മൾ വീട്ടിൽ വരുമ്പോഴേ സെൻട്രലിൽ പിടിച്ചോ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ നല്ലോണം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. വെറൈറ്റി നമ്മൾ ഇതുവരെ പോയിട്ടുള്ള യാത്രകളിൽ ഒരു വെറൈറ്റി ഒരു സീനാണിത്. പോയിനൊക്കെ പിടിച്ചോളേ. അതെ തന്നെ പുള്ളി പറയാണ് നമ്മൾ വെള്ളത്തിൽ പോയാലും പ്രശ്നമില്ല, പുള്ളി ചാടി അത് തന്നെ അടിച്ചെടുക്കാം. പുള്ളി നമ്മളെ കുഴപ്പമില്ല. പുള്ളി നല്ല പോസിറ്റീവ് എനർജി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ പോയാലും പ്രശ്നമില്ല, പുള്ളി മുങ്ങി എടുത്ത് തരാന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതൊക്കെ തമാശ. അതല്ല പുള്ളി നല്ല ഡ്രസ്സിലല്ല അങ്ങനെ വരാണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മളിത് ഇത് തപ്പി വന്നതാണ്. ഇത് നമ്മള് കൊല്ലത്തുനിന്ന് 20-30 വീഡിയോയിലുണ്ടോ നമ്മളെ നമ്മൾ പക്ഷെ തുടക്കം മുതലേ അത് തന്നെ നമുക്ക് ആലപ്പുഴ ടീമാണ് ഫസ്റ്റ്. ആലപ്പുഴ ആദ്യം ഈ ടീം ആലപ്പുഴ ഇറക്കി, അവർക്ക് ആലോട്ട് കിട്ടില്ല അവിടെ. പിന്നെ ഇവിടുത്തെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് ആലോട്ട് കൊടുത്തു. പക്ഷേ രക്ഷയല്ല, ഇവിടെ ക്ലിക്ക് ആയിപ്പോയി. പക്ഷെ ഇവിടാണ്ട് ഇതിന് ത്രില്ല്. ഇത് 100-1 അപ്പൊ ഇത് വന്ന സമയത്തുള്ള ഫ്ലോറൊക്കെ ശരിക്കും പൊന്തിക്കൊണ്ട് വരും. ആളൊക്കെ ഫ്ലോറിനകത്ത് ഇങ്ങനെ തലക്കി പറഞ്ഞു നമുക്കറിയാലോ എങ്ങനെ കെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആയിട്ട് വലുതായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. കടലൊരു സോട്ട് മാറും. എങ്ങനെ എന്ത് വലിയ സെറ്റപ്പ് ആക്കിയല്ലേ കടലിൽ പ്രത്യേകമായിട്ട് പോലെ ആൾക്ക് അറിയുള്ളൂ. ഈ സെറ്റപ്പിൽ ഇവിടെ എത്തിച്ചത് ഇത്രയും ഈ 2 വർഷമായിട്ട് ഒരു കോലം ഒരു കുഴപ്പം കൂടാതെ നിർത്തിയത് നമ്മുടെ കഴിവാണ്, മത്സ്യത്തൊഴിലാളികളുടെ കഴിവാണ്. കടലറിയാത്തോണ്ട് ഇതിന്റെ മേലെ കൂടെ നിർത്തിയിട്ട് ഒരു എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾ അതാ പറഞ്ഞത്, നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. വരുന്നവരെല്ലാം കടലിനെ കുറിച്ച് അറിയാത്തോണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യമില്ല. എക്സ്പീരിയൻസ് അല്ലേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിനെ പഠിച്ചിട്ട് ഇതിന് സർട്ടിഫിക്കറ്റ് വന്നില്ല, പക്ഷെ കടലിനെ കുറിച്ച് എങ്കിലും നടക്കുള്ളൂ. എക്സ്പീരിയൻസ് ആണല്ലോ മെയിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനൊക്കെ ഏറ്റവും വലുത്. നമ്മൾ ഇതിന്റെ ആളുകളൊക്കെ ഈ രാത്രി സംഭവം കടലിങ്ങനെ വന്നപ്പോഴേ ഇവരൊക്കെ ഇവിടെ ഇല്ല, ആലപ്പുഴ ടീമാണ്. നമ്മൾ അവിടുന്ന് വിളിക്കുകയാണ്, നമ്മളിവിടെ ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അഭിവാദ്യമൊക്കെ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്ന് നല്ല രീതിയിൽ എല്ലാവരും കെയർ ചെയ്യുന്നതും എല്ലാം എന്തൊക്കെ നമുക്ക് രസമായിട്ട് ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ട് പുള്ളി വൻ വൈബാണ്, സെറ്റാണ്. നല്ല രീതിയിൽ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ നമുക്ക് മുതലാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും കിട്ടുന്നുണ്ട്. ഓക്കെ ഏതായാലും വന്നല്ലേ കുറച്ച് നേരം വന്നല്ലോ, ഈ എക്സ്പീരിയൻസ് ഒന്ന് കിട്ടണം. നമുക്ക് സെൻട്രലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് നൃത്തം മാത്രമാക്കണ്ട, വീഡിയോസ് ഫോട്ടോസ് വീട്ടിലെത്തിക്കാൻ അനിസ്പ്രയുടെ പരസ്യം പോലെ എനിക്ക് ഒന്നും ഉണ്ടാവില്ല. വീണ്ടും വിട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കടലിന്റെ നടുക്കിൽ നിന്ന് വ്യൂ അധികാരം നിർത്തത്തില്ല. ഇതുവരെ നമ്മളെ കുറച്ച് നേരം കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുള്ളി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ ട്രിപ്പാണിത്, അഡ്വഞ്ചറസ് ആയിട്ട് നല്ല ഹൈറ്റ് ഇതാണ്, ഈ തിരമല പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സെറ്റപ്പുമാണ്. നമ്മൾ ഈ ഒരു പരിപാടി പോയിട്ടുള്ളിടത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല.
അത് ആദ്യം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്ലോട്ടിംഗ് സെറ്റപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സംഭവം നല്ല രസമുണ്ട്. അതുപോലെ സെൻട്രലാണ് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ ഡ്രീംസ് ഓൺ വീൽസ് സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾ. അത് പിന്നെ നമ്മളൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞങ്ങളെ ആദ്യം തന്നെ ഞങ്ങളെ മറ്റേ എന്താ പറയുക എല്ലാം കൂടെ ഒരുമിച്ച് അടിക്കണം. സംഭവം ഇഷ്ടംപോലെ സമയം അവിടെയാണ് ഒരു രക്ഷയില്ല. വരുമ്പോഴാണ് നമ്മളൊന്ന് ഫ്ലോട്ടായി. ഞാൻ അനുഭവങ്ങൾ ചോദിച്ചാലാ അതായത് ഈ വർഷത്തെ ഫസ്റ്റ് യൂട്യൂബർ നിങ്ങളാണ്. ഇപ്പോഴും ഈ ടീം മാറിയതിനു ശേഷം ഇവരാണ് എന്താണ് അഭിപ്രായം ചോദിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് നിങ്ങൾ എന്താണ് ഇതിന്റെ അഭിപ്രായം അടിപൊളിയാന്നറിയാം. ഓക്കെ താങ്ക്സ് ചേട്ടാ. താങ്ക്സ് ചേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടുത്തെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നു മോളെ. ഇവിടെ എങ്ങനെ ഉണ്ട്? രസമുണ്ട്. എവിടെ നിന്നാ വീട്? മലപ്പുറം. ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ? ഇടയ്ക്കിടയ്ക്ക് വരുമോ? വരും. ഓക്കെ. നല്ല തിര വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പോകും. അപ്പോൾ ഇതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കഥകൾ. ഇതാണ്. അപ്പോൾ ഒരു വട്ടം വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രസമുണ്ട്. കണക്ക് 100 ലക്ഷം നമുക്ക് മുതലാണ് സംഭവം. അതെന്തായാലും ഇന്നത്തെ ഈ ഒരു നമ്മളെ ഒരു വ്ളോഗ് നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.